بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله تعالى നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യട്ടെ. അസുഫ നാട്ടുദർശനത്തിന് കീഴിൽ മഹാനായ സുൽത്താൻ ഉസ്താദ് രചിച്ച അൽ വജീസ് ഫി ഹദീൻ നബിയിൽ മഹ്ബൂബ് എന്ന 31 അധ്യായങ്ങളുള്ള കിതാബാണ് നമ്മുടെ സുൽഫ ദർസിൽ ഈ വർഷം നമുക്ക് ഓതാനുള്ളത്. സംസ്ഥയുടെ സംഗീതയുടെ ഭാഗമായി 30 ക്ലാസുകൾ ഈ വർഷത്തിനുള്ളിൽ ഓതി പൂർത്തിയാക്കി. ഇതിൻ്റെ അവസാനത്തെ പാഠം മഹാനായ സുൽത്താൻ ഉലമ തന്നെ നേരിട്ട് ഓതിത്തരുന്ന ഒരു മഹത്തായ പദ്ധതിക്കാണ് നമ്മുടെ നേതൃത്വം പ്രവർത്തിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. ഇതിലോരോ പാഠങ്ങളും നമുക്ക് ആത്മീയമായും വിശ്വാസപരമായും കർമ്മപരമായും ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ പാഠങ്ങളാണ് ഈ കിതാബിലുള്ളത്. ഇൻഷാ അല്ലാഹ് അതിലൊന്നാമത്തെ അധ്യായം ഒരു നാട്ടുദർസ് എന്ന പേരിലാണ് തുടക്കം കുറിക്കുന്നത്. മുൻകാലഘട്ടത്തിലൊക്കെ നാട്ടിലുള്ള ആളുകൾ ദർസ് പഠിക്കാൻ വലിയ താല്പര്യം കാണിച്ച് അത് സജീവമായി മുൻകാലഘട്ടത്തിലൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ അത് കാലക്രമേണ ശോഷിക്കുകയും ഇപ്പോൾ വീണ്ടും നമ്മുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ആ പഴയ പേരിൽ തന്നെ നാട്ടുദർസ് എന്ന പേരിൽ തന്നെ തുടക്കം കുറിക്കുകയാണ്. സുഫ എന്നുള്ള ക്ലാസ് നമ്മൾ തുടക്കത്തിലെ നടന്നുകൊണ്ടിരിക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൽ നബവിയിൽ സ്വഹാബത്താവുന്ന മുതാലിമീങ്ങൾ, അത് നാട്ടിൽ നിന്ന് വന്ന് പഠിക്കുന്നവരും താമസിച്ചു പഠിക്കുന്നവരുമായ സ്വഹാബത്ത്, അവർ പ്രത്യേകം താമസിച്ചിരുന്ന മസ്ജിദുൽ നബവിയുടെ ഖുദ്റത്ത് ശരീഫയുടെ ബാക്കിലുള്ള ആ തണ ഇട്ടയാണ് സുഫ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആന്മാരായ സ്വഹാബത്ത് അവിടെ പഠിക്കുകയും താമസിക്കുകയും ചെയ്ത സ്ഥലം. അപ്പോൾ ആ പേരിൽ തന്നെയാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ സുഫ നാട്ടുദർസ് എന്ന പേരിൽ ഈ മഹത്തായ ക്ലാസുകൾ ആരംഭിക്കുന്നത്. അതിൽ ഒന്നാമത്തെ അധ്യായം അദ്ദർസുൽ അവ്വൽ, ഒന്നാമത്തെ അധ്യായം അർ-റഹ്മത്ത്, കാരുണ്യം, കാരുണ്യത്തെ കുറിച്ചാണ് ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നത്. വിശുദ്ധ ഇസ്ലാം വളരെയധികം പ്രാധാന്യം നൽകിയൊരു വിഷയമാണ് കാരുണ്യം എന്നുള്ളത്. സഹജീവികളോട്, മറ്റുള്ളവരോട് കരുണയോടെ കൂടെ പെരുമാറുക, വർത്തിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ്. അർ-റഹ്മത്തു മിൻ അജല്ലി അഖ്ലാഖിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സ്വഭാവങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ഒരു സ്വഭാവമാണ് കാരുണ്യം എന്നുള്ളത്. എന്താണ് റഹ്മത്ത്? കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളോട് നമ്മുടെ കൽബിലുണ്ടാകുന്ന ഒരു ആർദ്രത, കനിവ്, പിന്നെ ദയ എന്നൊക്കെ പറയും. അതിനാൽ ഉണ്ടായിത്തീരുന്ന ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഉദാഹരണം പറയാം, നമ്മളൊരു രോഗിയെ കണ്ടു, അദ്ദേഹത്തിന് മരുന്ന് വാങ്ങാൻ കാശില്ല, വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം യാചിച്ചു വരുന്നത് ഒരു നേരത്തെ മരുന്നിന് വേണ്ടി. ഈ രോഗിയെ നമ്മൾ കാണുന്ന സമയത്ത് സ്വാഭാവികമായി നമ്മുടെ കൽബിൽ അദ്ദേഹത്തോട് ഉണ്ടാകുന്ന ഒരു ദയാവായ്പ് അല്ലെങ്കിൽ ഒരു കനിവ് എന്നൊക്കെ പറയാം. അപ്പൊ അദ്ദേഹത്തിന് എന്തോന്ന് ചെയ്തു കൊടുക്കണം എന്ന് നമുക്ക് തോന്നൂലേ? ആ തോന്നലിനാണ് റഹ്മത്ത്. അപ്പൊ
നമ്മുടെ മനസ്സിലുള്ള രക്തത്തിൽ കൽബ്, നമ്മുടെ കൽബില് ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ, പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കണം എന്ന് ഓട്ടോമാറ്റിക്കായി നമ്മുടെ കൽബിലേക്ക് വരും. ആ കൽബിൽ വരുന്ന ആ ഒരു വിനയം, ആ ഒരു ആർദ്രത അല്ലെങ്കിൽ കനിവ് എന്നൊക്കെ പറയുന്നതിനാണ് കാരുണ്യം എന്ന് പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താകൽ, അപ്പൊ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ മരുന്ന് വാങ്ങാൻ അദ്ദേഹത്തിന് നമ്മൾ കാശ് കൊടുക്കും. ആരും പറയേണ്ട ആവശ്യമില്ല, വളരെ കേൾക്കേണ്ട ആവശ്യമില്ല. അതിനാണ് കാരുണ്യ പ്രവർത്തനം എന്ന് നമ്മൾ പറഞ്ഞത്. നമ്മുടെ സംഘടനയിലൊക്കെ സാന്ത്വന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നില്ല. അപ്പൊ പാവപ്പെട്ടവര്, പ്രയാസം അനുഭവിക്കുന്നവര്, അവരെ നമ്മൾ കണ്ടാൽ, അറിഞ്ഞാൽ അവരോട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു സ്നേഹം, അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് തോന്നുന്ന ആ ഒരു മനസ്സിനാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മനസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങും. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായിക്കും. ഇനി സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലൊന്നും ഇല്ലെങ്കിലും നമ്മൾ പിരിവ് നടത്തിയിട്ടെങ്കിലും അദ്ദേഹത്തിനെ സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വരും. ഇപ്പോ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന എന്തെല്ലാം സംഘടനകളുണ്ട്, അതൊക്കെ ഇതിന്റെ പേരിലാണ്. അപ്പൊ ഈ റഹ്മത്ത്, ഈ കാരുണ്യം എന്ന് പറയുന്നത് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയ ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ റഹ്മത്തിന്റെ ഉടമ ആരാണ്? അല്ലാഹു തആല. അല്ലാഹു തആലയെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താണ് അവന്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു തആല റഹീമുൻ ബിഇബാദിഹി, അല്ലാഹു അവന്റെ അടിമകൾക്ക് വലിയ റഹ്മത്ത് ചെയ്യുന്നവനാണ്. വസിയത്ത് റഹ്മത്തുഹു കുല്ല ശൈഇൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് എത്താത്ത ഒരു വസ്തുവില്ല എന്ന് അല്ലാഹു തആല തന്നെ പറയുന്നത്. വസിയത്ത് റഹ്മത്തി കുല്ല ശൈഇൻ, എല്ലാ വസ്തുവിനും എന്റെ റഹ്മത്ത് വിശാലമാണ്, എത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു തആലയെ കുറിച്ച് വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് തന്നെ നമ്മൾ ഓതുന്നത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ രണ്ട് നാമങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കൂ. അല്ലാഹു തആല റഹ്മാനാണ്, ലോകത്തിന് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്നത്. അവിടെ മതം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല. റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മദ്രസയിൽ നിന്ന് തന്നെ അർത്ഥം വെച്ച് പിടിക്കുന്നവരുണ്ടല്ലോ. അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കൊക്കെ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുന്നു. വലിയ റഹ്മത്തിന്റെ ഉടമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ റഹ്മത്തിന്റെ ഉടമയാരാണ്? അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹമൻ നാസി റഫീഖൻ ബി അസ്ഹാബിഹി റഹീമൻ ബിസ്സിഗാരി വൽ കിബാർ. തന്റെ അനുചരന്മാരോടും ചെറിയ കുട്ടികളോടും വലിയവരോടും ഹത്താബിൽ ഹയവാനി, മറ്റുള്ള ജീവികളോട് വരെ എല്ലാത്തിനോടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ റഹ്മത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞതിനെ നോക്കൂ നിങ്ങൾ. നമുക്കറിയുന്ന ആയത്താണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും റഹ്മത്തായിട്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു തആല പറയുന്നു ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിന്റെ റഹ്മത്ത് മുഖേനയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുചരന്മാരോടും എല്ലാവരോടും വളരെ മയമായിട്ട് ദയാവായ്പോടുകൂടെ പെരുമാറിയിട്ടുള്ളത്. റഹ്മത്തിന്റെ മഹത്വം അറിയിക്കുന്ന ഒരു ഹദീസ്, പ്രധാനമായും ഓരോ അധ്യായത്തിലും ഒരു ഹദീസ് നമുക്ക് പഠിക്കാനുണ്ടാവും. ഈ അധ്യായത്തിൽ റഹ്മത്ത് എന്ന അധ്യായത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഹദീസാണ് ഇനി പറയുന്നത്. മഹാനപ്പെട്ടിരിക്കുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറഹീമൂന യർഹമുഹുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഈ ഹദീസ് 10 ലക്ഷത്തിലേറെ ഹദീസ്, ആ ഹദീസുകളുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ തന്റെ ശിഷ്യനിക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഹദീസ് ഏതാണെന്നറിയും? ഈ ഹദീസ്, ഹദീസ് റഹ്മ, റഹ്മത്തിനെ അറിയിക്കുന്ന, അതിന്റെ മഹത്വത്തെ അറിയിക്കുന്ന ഹദീസ്. അർറാഹിമൂൻ, പരസ്പരം കരുണ ഉള്ള ആളുകൾ, യർഹമുഹുർ റഹ്മാൻ, അവർക്ക് അല്ലാഹു തആല കരുണ ചെയ്യും. അപ്പൊ നമുക്ക് മറ്റുള്ളവരോട്, നമ്മുടെ ജനങ്ങളോടാണെങ്കിലും മറ്റു ജീവികളോടാണെങ്കിലും
കരുണ നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ അള്ളാഹുവിന്റെ കരുണ നമുക്ക് ലഭിക്കും. ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ റഹ്മത്ത് ചെയ്യണം. എങ്കിൽ ഇർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിന്റെ അധിപനായ അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. ഇവിടെ നോക്കൂ, നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ റഹ്മത്ത് ചെയ്യണം എന്നാ പറഞ്ഞത്. അവിടെ മുസ്ലിമീങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യമാണ് അറിയിക്കുന്നത്. ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ കാരുണ്യ പ്രവർത്തനത്തിന് അതിർവരമ്പുകളില്ല. എല്ലാവരെയും നമ്മൾ സഹായിക്കണം. ഭൂമിയിലുള്ള എല്ലാവരെയും, മുസ്ലിമീങ്ങളാവട്ടെ അമുസ്ലിമീങ്ങളാവട്ടെ മറ്റ് ഇതര ജന്തുക്കളാവട്ടെ ജീവികളാവട്ടെ, അവരോടൊക്കെ നമുക്കൊരു കരുണയുടെ മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടും. അള്ളാഹുടെ റഹ്മത്ത് കിട്ടാതെ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം, റഹ്മത്തില്ലാത്ത ഒരാളാണെങ്കിൽ അവൻ ശക്തിയാണെന്നാണ്, പരാജിതനാണ്. മനസ്സിൽ പാവപ്പെട്ടവരോട്, ചെറിയവരോട്, അങ്ങനെ ബലഹീനത വിഷമം അനുഭവിക്കുന്ന ആളുകളോട് നമ്മുടെ കണ്ണിലൊരു, നമ്മുടെ കൽവിലൊരു കരുണയില്ലെങ്കിൽ അവൻ പരാജിതനാണ്. നിങ്ങൾ ആലോചിച്ചു, ഇന്ന് നമ്മൾ ഇസ്രായേലിനെ കുറിച്ച്, ഗസയിലുള്ള ചെറിയ പിഞ്ചോമന മക്കളെ ക്രൂരമായി കൊന്നുകളയുന്ന ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ എന്താ പറയുക? ഒരു ചെറിയ കരുണ അവിടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ പിഞ്ചു മക്കൾ അവരങ്ങനെ ചെയ്യും. വർഷങ്ങൾ 2 കഴിഞ്ഞു, അവിടെ ക്രൂരത ഇനിയും തുറന്നുകൊണ്ടിരിക്കുകയും. ഈ നിലയ്ക്ക് കരുണ പറ്റിയ മനസ്സിന്റെ ഉടമകളായി ഒരിക്കലും നമ്മൾ മാറരുത്. പാവങ്ങളെ കാണുമ്പോൾ, കുട്ടികളെ കാണുമ്പോൾ, പ്രായമുള്ളവരെ കാണുമ്പോൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പ്രായമുള്ളവരെ ബഹുമാനിക്കാത്തവൻ, ചെറിയവരോട് കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്നാണ്. അത്രയും ഗൗരവത്തിലാണ് കരുണ ഇല്ലാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മുമ്പ് നമ്മൾ ഒരു വൈറലായ ഒരു ഫോട്ടോയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. സുഡാനിൽ 1993 കൊടും പട്ടിണി നടന്ന ഒരു സംഭവം. പട്ടിണി കിടന്ന ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മറ്റൊരു രാഷ്ട്രത്തിൽ നിന്ന് അവിടുത്തെ വാർത്തകൾ ഒപ്പിയെടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോഗ്രാഫർ അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് അദ്ദേഹം കണ്ട ഒരു രംഗം അദ്ദേഹം ഫോട്ടോയിൽ പകർത്തി. എന്താണ് രംഗം? ഒരു ചെറിയ കുട്ടി പട്ടിണി കിടന്ന് എല്ലും തോലുമായി ആ കുട്ടി ഇങ്ങനെ ഭൂമിയിലേക്ക് മുഖം കുത്തി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ. പട്ടിണി കിടന്ന് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ തൊട്ടടുത്ത് ഒരു കഴുകൻ ഇങ്ങനെ കാത്തിരിക്കുക. ആ കുട്ടിയൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ഈ കഴുകനെ കുത്തി തിന്നാൻ. ഈ ഫോട്ടോ അദ്ദേഹം പകർത്തി. ഒരു 20 മിനിറ്റോളം അദ്ദേഹം ആ ഫോട്ടോ ശരിക്കും കിട്ടാൻ വേണ്ടി കാത്തിരുന്നുവെന്ന്. അങ്ങനെ ആ ഫോട്ടോ എടുത്ത് അദ്ദേഹം വൈറലാക്കി. അത് ലോകം മുഴുവനും വൈറലാക്കി. അദ്ദേഹത്തിന് അവാർഡ് വരെ കിട്ടി. ഇത് വലിയ ആ നാട്ടിലെ, ആ രാഷ്ട്രത്തിലെ പട്ടിണിയെ, കൊടും പട്ടിണിയെ കുറിച്ച് ശരിക്കും ബോധ്യപ്പെടുത്തുന്ന ഒരു ഫോട്ടോയായിരുന്നു. പക്ഷെ പിന്നീടാണ് കാര്യം നടക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും വന്നു. അദ്ദേഹത്തിന്റെ ഒരാൾ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, നിങ്ങൾ പകർത്തിയ ഫോട്ടോ ഞാൻ കണ്ടു, അവിടെ എത്ര കഴുകനുണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഒരു കഴുകൻ. ആ കുട്ടിയെ തിന്നാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിലൊക്കെ ചർച്ച ചെയ്ത ലാഭമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു കഴുകൻ. അപ്പൊ ഈ ഫോൺ ചെയ്ത ആൾ പറഞ്ഞല്ല, അവിടെ 2 കഴുകനുണ്ട്. ഒരു കഴുകന്റെ കയ്യിൽ ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു. അത് ക്യാമറ പിടിച്ച് നിൽക്കുന്ന ഒരു കഴുകനും കൂടെ ആ 2ാമത്തെ കഴുകനുണ്ടായിരുന്നു. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഈ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ കാണുമ്പോൾ, അതിനെ കൊത്തി തിന്നാൻ നിൽക്കുന്ന ഒരു കഴുകനപ്പുറത്തിരിക്കുമ്പോൾ അത് ഫോട്ടോ പകർത്താൻ എനിക്ക് മനസ്സ് വന്നല്ലോ. ഒരു കരുണയുള്ള മനസ്സിന്റെ ഉടമയാണെങ്കിൽ ആ കുട്ടിയെ രക്ഷിക്കാനല്ലേ നോക്കേണ്ടത്, ഈ ഫോട്ടോ പകർത്തമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹം കോൾ ചെയ്തപ്പോൾ പിന്നെ അദ്ദേഹത്തിന് മാനസികമായ ടെൻഷനായി. പിന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തുവെന്നാണ് വാർത്തയുള്ളത്. സമാനമായ സംഭവങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നു. അധികം ആളുകൾ എന്താ ചെയ്യുന്നത്? ഫോട്ടോ എടുത്തിട്ട് ചെയ്യണം. ഒരു ആക്സിഡന്റ്
ആക്സിഡന്റ് കിടന്ന് രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഫോട്ടോ എടുക്കാനോ വേണ്ടത്? അദ്ദേഹത്തെ വേഗം രക്ഷപ്പെടുത്താനല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് അതുപോലത്തെ എന്തെല്ലാം സംഭവങ്ങളാണ് ഇപ്പൊ പലരും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആക്സിഡന്റ് നടന്നാൽ ആ ആക്സിഡന്റ് നടന്ന വണ്ടി വരെ കക്കുന്ന ആളുകൾ, വണ്ടികളുടെ സാധനങ്ങൾ കക്കാൻ വേണ്ടി. ആക്സിഡന്റ് അറിഞ്ഞാൽ അവിടെ എത്തുന്ന ഒരു സംഘം കളവ് നടത്താൻ. പെണ്ണുങ്ങളാണെങ്കിൽ അവരെ സ്വർണ്ണം കക്കാൻ, ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാനായിട്ട് കൊണ്ടുപോവുക. ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവരെ വഴി എന്താണ്? അവരെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ. അതിന് മനസ്സ് വരുന്നത് ഇതാ പറയണത്, കരുണയില്ലാത്ത കൽബിന്റെ ഉടമകളായി നമ്മൾ ഒരിക്കലും മാറരുത്. അങ്ങനെ വന്നാൽ നമ്മൾ ശക്തിയാണ്, പരാജിതരായി പോകും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരോടും ഒരു റഹ്മത്ത് നമ്മുടെ കൽബിൽ വേണം, ഒരു കാരുണ്യം. അപ്പോഴാണ് നമുക്കറിയാം ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മുടെ സംഘടനയുടെ SBSന്റെ മറ്റൊക്കെ സാന്ത്വന പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിന് വലിയ പ്രാധാന്യത്തോടുകൂടെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാം എന്തൊരു പ്രതിഫലമാണ് അതിന് ഓഫർ ചെയ്തിട്ടുള്ളത്. കാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ലാ യുൻസി അഹദുക്കും, നിങ്ങൾ ഒരാൾ തന്റെ സഹോദരന്റെ ഒരു വിഷമം തീർക്കാൻ, അദ്ദേഹത്തിന് ഒരു ആവശ്യം വിട്ടിക്കൊടുക്കാൻ ഒരല്പസമയം നിങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് മതി. ഖൈറുൽ ലഹു മിൻ അൻ യഅതഖിഫ ഫീ മസ്ജിദി ഹാദാ ശഹറൈൻ. മസ്ജിദുൻ നബവി ലോകത്തെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളിയാണ് മസ്ജിദുൻ നബവി. ആ പള്ളി 2 മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും വലിയ പ്രതിഫലം തന്റെ സഹോദരന്റെ ഒരു വിഷമം തീർക്കാൻ, ഒരാവശ്യം കിട്ടിക്കൊടുക്കാൻ, അവരെ കൂടെ പോയി കൊടുക്കാൻ, ഒരു കാരുണ്യ പ്രവർത്തനത്തിന് കിട്ടുന്ന പ്രതിഫലം കൂടി. അതുകൊണ്ട് റഹ്മത്തിന്റെ ഉടമകളായി നമ്മൾ മാറണം. അവിടെ ആളെ നോക്കണ്ട, പാർട്ടി നോക്കണ്ട, എല്ലാവർക്കും റഹ്മത്ത് ചെയ്യാം. എങ്കിൽ ആകാശത്തിന്റെ അധിപനായ അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. ഇനി ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ചിലർ സൂചിപ്പിക്കുന്നത്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ജനങ്ങളോട് കരുണ കാണിക്കുന്നവർ അല്ലാഹു അവരോട് കരുണ കാണിക്കും, കരുണ ചെയ്യും. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ എപ്പോഴും റഹീമൻ ബിവാലിദൈഹി, മാതാപിതാക്കളോട് കരുണയുള്ളവരാണ്. അവര് പ്രായമായി ചെന്നാൽ പ്രത്യേകിച്ചും അവരുടെ ഒരു കരുണ നമുക്ക് വേണം. അവരെ എല്ലാ നിലക്കും ഹിദ്മത്തെടുത്ത് അവരെ സംരക്ഷിച്ച് അവരെ സന്തോഷിപ്പിച്ച്, അത് മാതാപിതാക്കളോടുള്ള ഒരു കരുണയുടെ ഭാഗമാണ്. അതൊരു മുസ്ലിമിനുണ്ടായിരിക്കണം. ഒരിക്കലും തന്നെ ഒരു മുസ്ലിമോ പ്രായാധിക്യം കൊണ്ട് അല്ലെ മാതാപിതാക്കളുടെ ആ വാർദ്ധക്യ സമയത്തുള്ള പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയാതെ വൃദ്ധസദനത്തിലേക്ക് ഒരിക്കലും നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു കരുണയില്ലാത്ത മകന്റെ സ്വഭാവം. സ്വന്തം ഉപ്പയെ ഇത്രയും കൊല്ലം ആറ്റുനൊരുത്തി വളർത്തി ഊണും ഉറക്കുപോയിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഉമ്മയെ എങ്ങനെയാണ് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട്ട്? ഒരു മുസ്ലിമായ മനുഷ്യനത് മനസ്സിൽ വരും. കരുണ ഇല്ലെങ്കിൽ അത് വരും. കരുണ വായിക്കണം. മാതാപിതാക്കളോട് കരുണ വേണം. അഹല്, ഭാര്യ, കുടുംബത്തോട് നമുക്ക് കരുണ വേണം. അയൽവാസികളോടും പാവങ്ങളോടും ചെറിയ മക്കളോടൊക്കെ നമുക്ക് കരുണ വേണം. മനുഷ്യന്മാരോട് മാത്രമല്ല മറ്റെല്ലാ ജീവികളോടും നമുക്ക് കരുണ വേണം. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുകൾ, പശു, കോഴി തുടങ്ങിയ ജീവികൾ, അവരോട് നമുക്ക് വലിയ കാരുണ്യമാണ്. അവർക്ക് തിന്നാൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകരുത്, വെള്ളം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകരുത്. നമ്മളവരെ പോറ്റുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ദാഹിച്ച് വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തൊരു മനുഷ്യൻ വളരെ മോശപ്പെട്ട തെറ്റുകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്തു. അദ്ദേഹം ദാഹിച്ചിട്ട് വന്നത്. അദ്ദേഹം ദാഹിച്ചിട്ട് വന്നപ്പോൾ ഒരു കിണർ കണ്ടു. അദ്ദേഹത്തെ ആ കിണറിലേക്ക് ഇറങ്ങി അദ്ദേഹം ദാഹത്തു കയറി നോക്കുമ്പോഴാണ് ഒരു നായ ഇങ്ങനെ വന്നിട്ട് സൈഡിലുള്ള നനഞ്ഞ മണ്ണ് ഇങ്ങനെ നാവുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ആ നായയോട് കൽബിലൊരു ഇത് വന്നു. അദ്ദേഹം നല്ല കാരുണ്യം നടന്നു. ദാഹിച്ച് പറഞ്ഞൊരു നായയെ കാണുമ്പോ ആ നായക്ക് വെള്ളം കൊടുക്കണല്ലോ എന്ന് കൽബിൽ അദ്ദേഹത്തിന് വന്നു. റഹ്മത്ത് അദ്ദേഹത്തിന്റെ കൽബിൽ വന്നു. ഇനി അതിന്റെ പ്രവർത്തനമാണ് ബാക്കിയുള്ളവർക്ക്. അപ്പൊ അദ്ദേഹം സൂരി വേറെ ആ കിണറിൽ നിന്ന് മുക്കാൻ
പാത്രങ്ങളൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഷൂ ഊരി കിണറിലിറങ്ങി, ചെറിയ കിണറാണ്, ആ ഷൂവിൽ വെള്ളം മുക്കി അതിങ്ങനെ കടിച്ച് പിടിച്ച് കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം മുകളിലേക്ക് വന്ന് ആ നായക്ക് കുടിക്കാൻ കൊടുത്തു. കൈ ഈ ഒരൊറ്റ കാരുണ്യ പ്രവർത്തനം ചെയ്തതുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അദ്ദേഹം വളരെ മോശപ്പെട്ട തെറ്റ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ അത് അല്ലാഹു പുറത്തു കൊടുത്തു. ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ കാരണമാണ്. ജീവികളോട് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സംഭവം ലോക പ്രശസ്ത പണ്ഡിതനാണ്. മഹാനവറുള്ള ഇനിയ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പല പാഠങ്ങളും മതി. ഇതിന് ശേഷം നമുക്കത് തുടരണം. മഹാനവറുകള് വഫാത്തായി സ്വപ്നത്തിൽ മഹാനവറുകളെ കാണാൻ നിങ്ങൾക്ക് പരലോകത്ത് ഖബറിൽ ഏറ്റവും വലിയ സമാധാനം കിട്ടിയ, സന്തോഷം കിട്ടിയ ഇബാദത്ത് ഏതാണെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് മഹാനവറുകൾ പറയാൻ, ഞാൻ വലിയ ഈമിന്റെ പ്രചരണം ഞാൻ നടത്തിയിട്ടുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, പലതും അള്ളാഹുവിനെ തൗഫീഖ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഖബറിൽ എനിക്ക് ഏറ്റവും സമാധാനത്തിന്, സന്തോഷത്തിന് വക നൽകിയത് ഒരു ജീവിക്ക് ഭക്ഷണം കൊടുത്തതാണ്. എന്താണ് സംഭവം? ഞാൻ ഒരിക്കലും ഇങ്ങനെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പേന പോലെ ഉള്ള പേന കലം എന്ന് പറയും. മരത്തിന്റെ മുളയുടെ പേന ഉണ്ടാക്കി മഷീൻ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഇല്ല. അപ്പൊ പഴയകാലത്തൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഒരിക്കലും ഇങ്ങനെ കിതാബ് എഴുതുന്ന സമയത്ത് എൻ്റെ കലം മഷീൻ കുത്തി ഞാൻ ഇങ്ങനെ എഴുതാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചപ്പോ ഒരു ചെറിയ ജീവി ഇങ്ങനെ പാറി വന്ന് എൻ്റെ പേനയുടെ നിപ്പിൽ വന്നിരുന്നു. ഞാൻ എൻ്റെ എഴുത്ത് സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് മനസ്സിലായി ഈ ജീവി വിശന്ന് വരികയാണ്, ദാഹിച്ചു വരികയാണ്. അപ്പൊ ആ ജീവിയുടെ വിശപ്പ് മാറ്റട്ടെ എന്ന് കരുതി ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. ജീവി ആ മഷി, ഞാൻ കുത്തിയെടുത്ത മഷി കുടിച്ചിട്ട് അത് പറന്നുപോയി. ആ ജീവിയോട് കാണിച്ച കാരുണ്യമുണ്ടല്ലോ, അതാണ് ഇന്ന് ഞാൻ ഖബറിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം ലോകപ്രസിദ്ധ പണ്ഡിതൻ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ അവർ മാത്രമല്ല ഒരുപാട് മഹാന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എല്ലാ ജീവികളോടും നമുക്കൊരു കാരുണ്യം വേണം. റഹ്മത്തിനാൽ നമുക്ക് കിട്ടുന്ന ഒരു നേട്ടം ജനങ്ങളിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് നമുക്ക് മഹബത്ത്. അത് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നല്ല കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തോട് എല്ലാവർക്കും നല്ലൊരു സ്നേഹമായിരിക്കും. ഏതൊരു വിഷയത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം പറയും. കാരണം എല്ലാവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തകനാണ്. അപ്പൊ ജനങ്ങളുടെ മഹബത്ത് കിട്ടാൻ അതൊരു കാരണമാണ്. അതിനേക്കാളും വലുത് അള്ളാഹുവിന്റെ റഹ്മത്ത്. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ വലിയ കാരണമാണ് മറ്റുള്ളവരോട്, അത് മനുഷ്യന്മാരോടാണെങ്കിലും ജീവികളോടാണെങ്കിലും നമ്മൾ കാണിക്കുന്ന റഹ്മത്ത്, കാരുണ്യ പ്രവർത്തനം. ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന മറ്റ് ഫായിദകളും കൂടെ സൂചിപ്പിക്കുക. മുസ്ലിമിന്റെ സ്വഭാവത്തിൽ ഏറ്റവും മഹത്വമേറിയ സ്വഭാവമാണ് റഹ്മത്ത്. ഈ ഹദീസ് പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. മറ്റൊന്ന് അമൽ, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പ്രതിഫലമാണ് അല്ലാഹു തആല നമുക്ക് തരുന്നത്. അല്ലെ? ഇപ്പൊ നമ്മൾ ഒരാളോട് കാരുണ്യം ചെയ്യുന്നുണ്ടോ, അല്ലാഹു നമുക്ക് കാരുണ്യം ചെയ്യും. നമ്മൾ ഒരാൾക്ക് മാപ്പ് കൊടുക്കുന്നുണ്ടോ, അല്ലാഹു മാപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പ്രതിഫലമായിട്ട് അല്ലാഹു തആല തരും. റഹ്മത്ത് ചെയ്യുന്നവനക്ക് റഹ്മത്ത് നൽകപ്പെടും. അങ്ങനെ സാധാരണ പറയാറുണ്ട്. ഇപ്പൊ നമ്മള് മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞാൽ അവരെ നമ്മൾ നല്ലോണം നോക്കി നടന്നാൽ നമ്മൾ പ്രായമായ നമ്മളെ മക്കളെ നല്ല നോക്കും. അതല്ല കൊടുക്കുന്ന പ്രതിഫല. അതല്ല, നമ്മളവരെ മൈൻഡ് ചെയ്യുന്നില്ല, പ്രായമായി നമുക്ക് പ്രയാസം പോലെ തോന്നാണോ, നമ്മൾ പ്രായം നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മളെ മക്കളിൽ നിന്ന് ഇവിടെ തന്നെ കിട്ടും. അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ജസാ ആണ് അല്ലാഹു തആല നൽകുന്നത്. മറ്റൊരു പാഠം എന്താണ്? അൽ ഇസ്ലാമു ദീനു റഹ്മത്തിൻ വൈസ. ഇസ്ലാമിന്റെ സൗന്ദര്യം നോക്കൂ നിങ്ങൾ. കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം. ഭീകരവാദമോ തീവ്രവാദമോ ആരെയും അടിച്ചേൽപ്പിക്കലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കലോ പ്രയാസപ്പെടുത്തോ ഒരിക്കലും ഇസ്ലാമിലില്ല. എല്ലാവരോടും കരുണ ചെയ്യണമെന്നല്ല ഇസ്ലാം പറഞ്ഞത്. മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞില്ല. ഒന്നാം നമ്മൾ പറഞ്ഞ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് ഭൂമിയിലുള്ള എല്ലാവർക്കും റഹ്മത്ത് ചെയ്യാനാണ് പറഞ്ഞത്. അവിടെ മൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിട്ട്, ആണും വിട്ട്, പെണ്ണും വിട്ട്, മുസ്ലിം വിട്ട്, അമുസ്ലിം വിട്ട്
എല്ലാവരും പറ്റും, എല്ലാവർക്കും കർമ്മം ചെയ്യാം. ഇസ്ലാമിന്റെ സൗന്ദര്യമാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ പാവപ്പെട്ടവരെ പ്രയാസം അനുഭവിക്കുന്നത് അവരോട് നമുക്ക് മനസ്സിലൊരു കൃപ വേണം, ഒരു കനിവ് വേണം. അപ്പൊ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാം, ഉദാഹരണം പറയും, നമ്മൾ നല്ല ആരോഗ്യമുള്ള ആളാണ്, നമുക്ക് സീറ്റിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രായമുള്ള ആളെ ഇങ്ങനെ ബസ്സിൽ പിടിച്ച് കയറി, അപ്പോൾ ഒരു മനസ്സിൽ നമുക്ക് അദ്ദേഹത്തോട് ഓട്ടോമാറ്റിക്കായി നമ്മൾ മുമ്പും റഹ്മത്തുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഇരുന്നോളി എന്ന് പറയും. വേറെ ആൾ പറയാൻ ആവശ്യം, ആ പ്രായമുള്ള ഒരാളോട് നമുക്ക് തോന്നുന്ന ഒരു അരിവിൽ അതല്ല റഹ്മത്ത്. ആ അരിവിനാൽ ഉണ്ടായിത്തീരുന്ന പ്രവർത്തനം നിങ്ങൾ ഇരുന്നോളി എന്ന് പറയുന്നത് അത് കാരുണ്യ പ്രവർത്തനം. പൈസ കൊടുക്കൽ മാത്രമല്ല കാരുണ്യ പ്രവർത്തനം. അദ്ദേഹത്തോട് നമ്മൾ കാണിക്കുന്ന പെരുമാറ്റം അതും ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ജീവികളോട് കാണിക്കുന്ന നന്മകളെ ഗുണം ജീവികൾക്ക് നേരത്തെ സൂചിപ്പിച്ചല്ലോ. മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റളിയല്ലാഹു അൻഹു ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാരുണ്യ പ്രവർത്തനങ്ങളാണ് അവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുഷ്ഠരോഗം പിടിച്ച നായ നമുക്ക് എല്ലാവർക്കും അറിയാം. ജനങ്ങളെല്ലാവരും വെറുക്കുന്ന ഒരു രോഗമാണ്. ചൊറി പിടിച്ച് അവയവങ്ങളൊക്കെ ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിച്ചു. ഒരു നായക്ക് അങ്ങനെ രോഗം വന്ന് ജനങ്ങളെ കാട്ടുന്നു. ആ സമയത്താണ് മഹാനവറുകൾ ആ നായയെ പിടിച്ചു കൊണ്ടുപോകാൻ ഒരു മലമുകളിൽ കൊണ്ടുപോയി ഒരു ടെന്റ് കെട്ടി 40 ദിവസം ഒരു നായനെ നോക്കുന്നത്. അതും ചൊറി പിടിച്ച കുഷ്ഠരോഗം പിടിച്ച നായ. അതിന് ഭക്ഷണം കൊടുക്കുന്ന, പച്ചമരുന്നുകൾ ഉണ്ടാക്കി ചികിത്സിക്കുന്ന 40 ദിവസം ശരിക്കവിടെ നോക്കിയപ്പോൾ നായ ഉഷാറായി. പിന്നെ അയച്ചു. അപ്പൊ ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ട് ചോദിക്കും, ഒരു നായ എങ്ങനെയൊക്കെ നോക്കണോ? പ്രവാചകൻ ചോദിച്ചു പോയി. ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അള്ളാഹു എന്നോട് ചോദിക്കും, അഹ്മദേ അമാബിക റഹ്മത്തുൻ ലിഹാദൽ കൽബ്, എന്റെ സൃഷ്ടിയല്ലേ, ഒരു ജീവിയല്ലേ നായ. ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരു നായയെ കണ്ടിട്ട് എനിക്കൊന്ന് കാരുണ്യം തോന്നിയില്ലല്ലോ എന്ന് റബ്ബ് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? നമ്മൾ ശ്രദ്ധിക്കണം. അത് ഏത് ജീവിയാവട്ടെ. ആ ഒരു നായ നടക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം തേടാൻ പോകാൻ കഴിയുന്നില്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിനെ പറ്റുന്ന ഭക്ഷണം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക. പൂച്ച, മഹാനായ ചരിത്രത്തിന് ഒരുപാട് ജീവികളോട് മഹാനവറുകൾ കാണിക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചരിത്രത്തിലുള്ളത്. മഹാനവറുകൾ ഒരിക്കലും നിസ്കരിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഷർട്ട് അവിടെ അയച്ചു പൊതെടുക്കാൻ പോയി. പൊതെടുത്ത് തിരിച്ചു വരുമ്പോ പൂച്ച വന്ന് ഷർട്ടിന്റെ കയ്യിൽ ഇങ്ങനെ കിടന്നുറങ്ങാം. ഇനി നമ്മളിലേക്ക് ഒന്നെങ്കിലും ഈ ഒരു സംഭവം നമ്മളൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, നമ്മളെന്താണ് ചെയ്യുക? മഹാനവറുകൾ എന്ത് ചെയ്തു? ആ പൂച്ചയുടെ ഉറക്ക്, ആ പൂച്ചയോടുള്ളൊരു കാരുണ്യം നോക്കുക. പൂച്ചയാണെങ്കിലും ഉറക്ക് ആരെയും ശല്യം ചെയ്യരുത്. പൂച്ച കിടന്നുറങ്ങും. അപ്പൊ ഉറക്ക് ശല്യം ചെയ്യരുതെന്ന് മനസ്സിലാക്കി കയ്യങ്ങ് കട്ട് ചെയ്തു. കത്രിക കൊണ്ടുവന്നാണ് സ്വന്തം ഷർട്ടിന്റെ കയ്യങ്ങ് കെട്ടി ബാക്കി ഷർട്ടിട്ട് നിസ്കരിച്ചു. എന്നിട്ട് വന്നപ്പോൾ പിന്നെ പൂച്ച എഴുന്നേറ്റ് പോയിട്ടുണ്ട്. പിന്നെ ആ കയ്യതിലേക്ക് തുന്നി ചേർക്കുക. എന്നിട്ട് പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു പൂച്ചയുടെ ഉറക്ക് എനിക്ക് ശല്യം ചെയ്യാതെ ആ പൂച്ചയോടുള്ള കാരുണ്യം കാണിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നാണ് മഹാനവറുകളുടെ സന്തോഷം. ഇതാണ് അവരൊക്കെ ആരാണ്? ലോകമായപ്പെട്ട, പുത്തുതോൽപ്പെട്ട, അതാവിൽപ്പെട്ട മഹാന്മാരായ സ്വഹാബത്തും ഔലിയാക്കളും അവർക്കൊക്കെയുള്ള വലിയൊരു വിശേഷണമാണ് എല്ലാവരോടുമുള്ള കരുണ, റഹ്മത്ത് എന്നുള്ളത്. അതിനാൽ ഉണ്ടായിത്തീരുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ. ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ ഏറ്റവും വലിയ സബബ് നമ്മൾ റഹ്മത്തുള്ളവരായി മാറുന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് അല്ലാഹ് അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്തതാണ്. അതിന്റെ ചില ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശത്രുക്കളോട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണ കാണിച്ചാളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും എന്തെല്ലാം പീഡനങ്ങളാണ് ശത്രുക്കൾ വരുത്തിയിട്ടുള്ളത്.
കൊല്ലുകയും കൊല്ലാൻ ശ്രമിക്കുകയും അങ്ങനൊക്കെ ചെയ്ത മുശ്രിക്കീങ്ങളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ദുആ നടത്തിയാൽ മതി എന്ന് വേണ്ട, അവരെക്കണമെന്നില്ല. മലക്കുകൾ വന്നല്ലോ, ഞങ്ങളൊന്ന് സമ്മതം തന്നാൽ ഇപ്പൊ ശരിയായിട്ട് പോലെ മൊത്തം ഈ മല മറിച്ചിട്ട് നശിപ്പിച്ചോളാം. ഇല്ല, സമ്മതം കൊടുത്തില്ല. അവിടുന്ന് പറഞ്ഞ മറുപടിയാണ് ഇതിൽ കൊടുത്തത്. ഇന്നീല ആന, ഞാൻ ആരെയും ശാപം വെക്കാൻ വന്നതല്ല. അള്ളാഹു എന്നെ അയച്ചത് റഹ്മത്തായിട്ടാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിൽ മുഴുവൻ റഹ്മത്താണ്. അതുകൊണ്ട് റഹ്മത്തല്ലാത്ത ഒരു പ്രവർത്തനം എന്നിൽ നിന്നുണ്ടാവൂല. അവർക്ക് പുറത്തു കൊടുക്കണേ എന്നത് വരുന്ന നേതാവാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ജീവികളോട് കാണിച്ച ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ലാസ്റ്റ് കൊടുക്കുന്നു. ജീവികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ത്വായിറൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിലേക്ക് ഒരു പക്ഷി ഇങ്ങനെ വട്ടം കറങ്ങി, അതിന്റെ രണ്ട് കുഞ്ഞി വെച്ചിട്ട് ആ രണ്ട് കുഞ്ഞിനെ അതിന്റെ കൂട്ടിൽ കാണുന്നില്ല, ആരും എടുത്തുകൊണ്ട് പോയില്ല. അപ്പൊ അത് സങ്കടം ബോധിപ്പിച്ചുകൊണ്ടാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പക്ഷിയുടെ ഭാഷയൊക്കെ മനസ്സിലാകുമല്ലോ. ആ പക്ഷി ഇങ്ങനെ പറന്ന് കളിക്കുക, ആരാണ് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്? ആ സങ്കടത്തിലാണ് പക്ഷിയുള്ളത്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് ചോദിച്ചു, മൻ ഫജാ ഹാദിഹി ബിവലദിയ, ആരാണ് ഈ പക്ഷിയെ വേദനിപ്പിച്ചത്, അതിന്റെ കുട്ടി എടുത്തുകൊണ്ടുപോയി? നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മളെ ഒരു കുട്ടിയെ അല്പസമയം കാണാതായാൽ നമ്മളെ വേദാർത്ഥ, ഈ പക്ഷി കുട്ടി നഷ്ടപ്പെട്ട വേദനയിലാണ്. അതുകൊണ്ട് റുദ്ദു വലദഹായില്ല, ആരാണ് എടുത്തത് കൊണ്ടുപോയി വെക്കണം അവിടെ. ആ പക്ഷിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച കാര്യം, ഒട്ടകത്തിന്റെ സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ വഴിയിൽ ഉറുമ്പിന്റെ കൂട്ടം, അതിനാരോ തീ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും തീ കൊണ്ട് നമ്മൾ ഒരു ജീവിയെയും നശിപ്പിക്കരുത്. നമ്മൾ ആക്രമിക്കുന്ന ജീവിയെ കൊല്ലാം, അത് അനുവാദമുണ്ട്. ഒരു എലി നമുക്ക് ശല്യം ചെയ്യുന്ന ഒരു ജീവിയാണ്, കൊല്ലാം. കൊതുക് നമ്മളെ കടിക്കുന്നു, ശല്യം ചെയ്യുന്നുണ്ട്, നമുക്ക് കൊല്ലാം. പക്ഷെ തീ കൊണ്ടൊരിക്കലും ഒരു ജീവിയെ കൊല്ലരുത്. അപ്പോ ഉറുമ്പിന്റെ ഒരു കൂട്ടത്തെ തീയിട്ടാരോ കരിച്ചിരിക്കുന്നു. ഇത് കണ്ടപ്പോ പൊക്കാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് പറഞ്ഞു, തീ കൊണ്ട് ശിക്ഷിക്കാനത് അള്ളാഹുവിന് മാത്രമുള്ള അധികാരം. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. തേനീച്ച അതിന്റെ ശല്യം തീരാനും തീ തന്നെ നശിപ്പിക്കരുത്. അങ്ങനെ ഒരു ജീവിയെ തീയിട്ട് നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. എല്ലാത്തിനോടും നമുക്ക് കാരുണ്യമാണ്. നമ്മളെ അറിവിന്റെ മസല തന്നെ എടുത്ത് നോക്കിയിരിക്കുന്നു അല്ലെ. നമ്മൾ ആടിനെയും പശുവിനെയും അറുക്കുന്നോ, ആ അറുക്കുന്നോടത്ത് വരെ കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച മതാണ് ഇസ്ലാം. ഇപ്പൊ അടുത്ത് ഇംഗ്ലണ്ടിലോ മറ്റോ ഇത് അറബിന്, ഇസ്ലാമിന്റെ അറബിനെ കുറിച്ചിട്ടൊരു പഠനം നടത്തി. എന്നിട്ട് അവര് പുറത്തു വിട്ട റിപ്പോർട്ട് എന്താണെന്നറിയാം. സുന്ദരമായ രീതിയാണ് ഇസ്ലാമിന്റെ അറബി രീതി. ഇസ്ലാം പറഞ്ഞ പോലെ ഇസ്ലാമിന്റെ അറബി രീതി എന്താണ്? രണ്ട് നാളങ്ങൾ, അന്നനാളം, ശ്വാസനാളം, ഇങ്ങനെ രണ്ട് നാളങ്ങളാണ് ജീവികൾക്കുള്ളത്. അത് രണ്ടും നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിക്കുക. അതോടുകൂടെ അറവ് ശരീരം, അത് രണ്ടും മുറിയാം. പിന്നെ സൈഡിലെ രണ്ട് ഞരമ്പുകളുണ്ട്, അത് സുന്നത്താണ് മുറിക്കുക, രക്തം പെട്ടെന്ന് ഉപയോഗിക്കുക. ഈ അറവിനെ കുറിച്ച് അവർ പഠനം നടത്തി. എന്നിട്ട് ആ അറവ് ഒരു ജീവിയെ നമ്മൾ നടത്തുകയാണെങ്കിൽ ആ ജീവിക്ക് വേദന ഉണ്ടാവോ ഇല്ലേ അവർ പരീക്ഷണം നടത്തി. ഈ അറക്കാൻ പോകുന്ന ജീവിയുടെ ബ്രെയിനിലേക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ട് കമ്പ്യൂട്ടറിൽ ഈ ജീവിക്ക് വേദന ഉണ്ടാവോ ഇല്ലേ എന്ന് കമ്പ്യൂട്ടറിൽ കാണിക്കും. അങ്ങനെ ഇസ്ലാമികപരമായിട്ട് ആ ജീവിയെ അർത്ഥപ്പോൾ അവർ പുറത്ത് വിട്ട റിപ്പോർട്ട് എന്താണെന്നറിയോ? ഇല്ല, ഒരു വേദന പോലും ആ ജീവിക്ക് ഉണ്ടാവില്ല. അറിയില്ല. കാരണം ഈ രണ്ട് നാളങ്ങൾ ഇത് മുറിയലോടുകൂടെ, ഞരമ്പ് മുറിയലോടുകൂടെ തലച്ചോറിലേക്കുള്ള കണക്ഷൻ എന്തായി? തലച്ചോറിലേക്ക് വിവരമില്ലെങ്കിൽ പിന്നെ വേദന അറിയോ? ഇല്ലല്ലോ. അതല്ലേ നിങ്ങൾ വാദങ്ങളൊക്കെ കേട്ടിട്ട്. എന്താണ്, ചില കാലിന് വാദം പിടിച്ചു കഴിഞ്ഞാൽ തൊട്ടാൽ അറിയില്ല, മുറിച്ചാൽ അറിയില്ല. തലച്ചോറിലേക്കുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല.
ഈ ഇസ്ലാമികപരമായി നമ്മൾ അറുക്കുമ്പോൾ ജീവിക്ക് ഒരിക്കലും വേദന ഉണ്ടാവില്ല. അപ്പൊ പിന്നെ നമുക്ക് സംശയം ഉണ്ടാവും. അവരെന്നെ പറയുന്നുണ്ട്, പിന്നെ പിടക്കുന്നത് എന്താ? അറുത്തിട്ട് കഴിഞ്ഞാൽ പോയി ഇങ്ങനെ പിടക്കൂല. ആ പിടക്കൽ വേദന കൊണ്ടുള്ള പിടക്കലല്ല, ശരീരത്തിൽ നിന്ന് രക്തം പുറന്തള്ളാനുള്ള പിടക്കലാണ്. അതും ഇസ്ലാം തന്നെ പറഞ്ഞു, നിങ്ങൾ അറുത്ത ജീവിയെ പിടക്കാൻ അനുവദിക്കണം. ഫുള്ള് കെട്ടിക്കെട്ട് ബന്ധാക്കരുത്, അതിനെ പിടക്കാൻ നിങ്ങൾ അനുവദിക്കണം. ആ പിടക്കുന്നത് രക്തം ശരീരത്തിൽ നിന്ന് ഒഴുകി പോകാൻ ഇസ്ലാമിൽ അറബിൽ പോലും കാണിച്ചൊരു കാര്യം നമുക്ക് ഇല്ല. അതുകൊണ്ടല്ലേ അറക്കുന്ന ജീവിയുടെ മുമ്പിൽ വെച്ച് കത്തി മൂർച്ച കുത്തരുത്. രണ്ട് ജീവികൾ അറക്കുകയാണെങ്കിൽ ഒരു ജീവി കാണുന്ന രൂപത്തിൽ അതിന്റെ മുമ്പിലിട്ട് മറ്റതിനെ അറക്കരുത്. മുമ്പ് വെള്ളം കൊടുക്കണം. ആ നിലയ്ക്ക് മയമായി പെരുമാറണം. അറബിന് പോലും കാരുണ്യം പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. അത്രയും സുന്ദരമായ ആശയമാണ്. അവസാനമായി ഒരു ഉപദേശം നിങ്ങളൊക്കെ ഓർക്കണം. നമ്മുടെ ജീവിതം ഭംഗിയാക്കുന്ന സ്വഭാവമാണ് റഹ്മത്ത് എന്നത്. അതുകൊണ്ട് നിന്റെ കുടുംബത്തോട് നല്ല കാരുണ്യത്തിൽ നീ പെരുമാറണം. നിന്റെ വീട്ടിലും അമലിക്ക, നിങ്ങളെ ജോലി സ്ഥലത്ത് നിങ്ങളെ കൂട്ടുകാരോടും അതുപോലെ നീ പോകുന്ന വഴിയും അതുപോലെ ജീവികളോടും പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരോടും നീ നല്ല റഹ്മത്തോടുകൂടെ കാരുണ്യത്തോടുകൂടെ നീ പെരുമാറണം. എങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നിനക്ക് ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ ഉടമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക്ക് യാ റഹ്മാൻ റഹീം. ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം.